PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബാങ്ക് മാനേജർ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ എക്സാമുകളൊക്കെ വരികയാണ്. ഇതെല്ലാം ഡിഗ്രി പ്രിലിംസിൽ വരുന്ന എക്സാമുകളാണ്. ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കണ്ടവർക്കറിയാം. ഹിസ്റ്ററി, ജിയോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ, സിവിക്സ് തുടങ്ങിയ എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു സിലബസിൽ വരുന്നുണ്ട്. ഈ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ അധ്യായം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ചാപ്റ്ററാണ്. ഇത് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് മാത്രമല്ല, കോപ്പറേറ്റീവ് ബാങ്ക്, കെയർ ഓഫ് അസിസ്റ്റൻറ്റ്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തുടങ്ങിയ GK ഉള്ള ഏതൊരു എക്സാമിനും ചോദിക്കാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്നത് അക്ബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കർഷകർ നേരിട്ട ദുരിതത്തിന് കാരണമായിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയമാണ്. പ്രധാനമായും 3 തരം ഭൂനികുതി വ്യവസ്ഥയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമായിരുന്നു റയട്ട് വാരി വ്യവസ്ഥ. ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി വ്യവസ്ഥ. 3 തരം ഭൂനികുതി വ്യവസ്ഥയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി വ്യവസ്ഥ. റയട്ട് വാരി വ്യവസ്ഥ എന്ന് വെച്ചാൽ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ്. അതുപോലെ ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമായിരുന്നു മഹൽവാരി വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡെൽഹൌസി പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു. നീലം കർഷക കലാപം നടന്ന വർഷം 1859. നീലം കർഷക കലാപം നടന്നത് 1859 ബംഗാളിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടത് DG ടെണ്ടുൽക്കർ ആണ്. അടുത്തത് മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപമാണ് മാപ്പിള ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത്. മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് കനോലി. മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് കനോലി. മലബാർ മജിസ്ട്രേറ്റായ കനോലി വധിക്കപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ എന്ന സ്ഥലത്ത് വെച്ചാണ്. സന്താൾ കലാപം നടന്ന വർഷം 1855.
സന്താൾ കലാപം നടന്നത് 1855-ലാണ്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ദു കാനു ഈ രണ്ട് നേതാക്കളാണ് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന ജില്ല ഏതാണ്? വയനാട്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്ര വിഭാഗം കുറിച്യർ കുറുമ്പർ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭുവാണ്. റെയിൽവേയുടെ ആഗമനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട സഞ്ചാരി DH ബുഖാനൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 മെയ് 10. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. 1857 കലാപത്തിന്റെ യഥാർത്ഥ ശക്തിയായി പരിഗണിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ 1.5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ട നാട്ടുരാജ്യമാണ് അവധ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാനിടയായ സംഭവമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് ചോദിക്കാറുള്ളതാണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹേബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. ഓരോ സ്ഥലത്ത് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഒരിക്കൽ കൂടി നോക്കാം. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായി, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. 1885 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണം വിശദീകരിക്കുന്ന നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. അടുത്തത് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം 1905. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കൈസൺ പ്രഭു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിഞ്ച് പ്രഭു. 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരം സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി,
തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി.ഒ. ചിദംബരം പിള്ള. 1906 തൂത്തുക്കുടിയിലാണ് വി.ഒ. ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി വി.ഒ. ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ലാല ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് വലന്റൈൻ ഷിറോൾ ആണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് വലന്റൈൻ ഷിറോൾ. ജനങ്ങൾ ലോകമാന്യ എന്ന് വിളിച്ചിരുന്ന വ്യക്തി ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്നത് ബാലഗംഗാധര തിലക് ആണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ദേശീയ ബോധം വളർത്താനും ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങൾ കേസരി, മറാത്ത. കേസരി, മറാത്ത ഈ 2 പത്രങ്ങളും ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ബാലഗംഗാധര തിലകാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന 4ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്